സ്വർഗീയനായ ശ്രീ മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തി 2014 മുതൽ ഒരു കർമ്മധീരന്റെ കർമ്മശക്തിയിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പേരിൽ ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ പുതിയ ഒരു വൃത്തി ശുചിത്വ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ്. എന്ന് ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹത്തിന് ജന്മം നൽകിയ സ്വർഗീയയായ അമ്മയെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നേ ദിവസം ഈ ദിനത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ 16-ാം ദിവസം ഒക്ടോബർ 2 മഹാത്മജിയുടെ ജന്മദിനത്തിൽ ചെന്ന് കലാശിക്കുകയല്ല, ശുചിത്വം എന്ന പ്രക്രിയയ്ക്ക് കൂടുതൽ വേരുറപ്പുള്ള ഒരു തണൽ ഒരുക്കുന്നതിനുള്ള പര്യവസാനത്തിലൂടെ ഏറ്റവും ശക്തമായ തുടക്കം ഒരു സംസ്കാരത്തിന്റെ രൂപത്തിൽ, ശുചിത്വ സംസ്കാരത്തിന്റെ രൂപത്തിൽ നാട്ടാൻ പോകുന്ന ദിനം കൂടിയാണെന്ന്. ഇത് ഓരോ വർഷവും ഇനി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നെ അതിശയിപ്പിക്കുന്നത് ഇത് ദേശീയമായി ഒരു ആഹ്വാനത്തിലൂടെ 2014 തുടങ്ങി വെച്ചെങ്കിലും 2015 മുതൽ അതിശക്തമായി തന്നെ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ഒരുപക്ഷെ ജനങ്ങൾ ഇതിൽ പങ്കാളികളായി എന്നുള്ളത് അവരുടെ പൗരബോധമാണ്. ശക്തമാണ് ആ പൗരബോധം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ കേരളത്തിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ വളരെ ചെറിയ അളവിൽ ഒരു തുടക്കം കുറിച്ച് വെക്കണമെന്ന് പറയുന്ന പദ്ധതിയിൽ ഒരുപക്ഷെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ, നോർത്ത് റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരത്തുള്ള DRM ശ്രീ മനീഷ്, അതുപോലെ തന്നെ സ്റ്റേഷൻ അധികാരികൾ എല്ലാവരും ചേർന്ന് ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ച ചിന്തയിൽ നിന്ന് ഇന്നലെ കാലത്ത് ഏതാണ്ട് ഇതേ സമയത്താണ് എന്നെ ഈ വിവരം അറിയിക്കുന്നതും അതിനുശേഷം കഴിയാവുന്ന രീതിയിൽ ഇത് എത്തിക്കേണ്ട ഗേഹങ്ങളിലൊക്കെ എത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വിചാരിച്ചതിന്റെയും പ്രതീക്ഷിച്ചതിന്റെയും ആഗ്രഹിച്ചതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും ഒക്കെ എത്ര ഇരട്ടിയാണ് ഇപ്പൊ പങ്കാളിത്തം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ കണ്ണുകളും ഹൃദയവും കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നു. പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വകുപ്പുകളുണ്ട്. കോസ്റ്റ് ഗാർഡ് ഉണ്ട്, NCC ഉണ്ട്, സ്കൂളിലെ കുഞ്ഞു മക്കളുണ്ട്, എല്ലാവരും, സ്കൂളിലെ അധികാരികളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്, അതുപോലെ തന്നെ സേവാ പ്രവർത്തകരുണ്ട്. ഓയിൽ കമ്പനീസ് ഇതിന്റെ ഫ്ലാഗ് ബെയറായിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ഒരു മഹത്വമല്ല, അവരുടെ കർമ്മബോധം. ഇന്ത്യയിലെ സ്വച്ഛത എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന്റെ ഝണ്ഡാവാഹകരാണ് ഓയിൽ കമ്പനീസ്. എല്ലാവരും ഒരു മനസ്സോടെ ഒരു ശരീരമായി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. നമുക്ക് ഈ ഒരു പ്രവണത ശക്തമായി ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും നാട്ടാൻ സാധിക്കണം. ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ പരിപാലനത്തിനേക്കാൾ ഒരുപക്ഷെ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ട ഒരു വിഷയമാണ്. ആരോഗ്യ കവചം സമൂഹത്തിന് ഒരുക്കാനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കണമേ എന്നെല്ലാവരോടും നന്ദിയോടെ ഇവിടെ എത്തിയതിനും നിങ്ങളുടെ ഹൃദയസ്പർശം ഈ പദ്ധതിക്ക് പകർന്ന് നൽകുന്നതിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഈ ദിവ്യ പ്രവർത്തനം തുടങ്ങി വെക്കാം. എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.